നമ്മുടെ രാമേട്ടനെ കണ്ട? ഏത് രാമേട്ടൻ? ആരൊക്കെ നിക്കണ? കണ്ടില്ലല്ലോ. നമുക്കുണ്ടായ കാര്യങ്ങൾ ചെന്ന് പോലീസിൽ പറഞ്ഞാലോ? നല്ല ഐഡിയ. നമ്മളിപ്പോ റിമാൻഡിൽ പോയി ചോദിച്ചാൽ മതി. എടാ, പത്രത്തിൽ നിന്നും നാട്ടുകാരിൽ നിന്ന് അറിഞ്ഞിടത്തോളം കുഴപ്പണക്കാർ തമ്മിലുള്ള വൈരാഗ്യാണെന്ന്. പോലീസും ആ വഴിക്കാ നീങ്ങുന്നത്. നമുക്ക് രമേശൻ പോലീസിന്റെ അടുത്ത് ചോദിച്ചാൽ അറിയാൻ പറ്റൂലേ? അത് ശരിയാവല്ലോ. അയാൾക്കുള്ള സംശയം തോന്നുന്നു. അമ്മച്ച കാത്തപ്പില്ലേ? കുറച്ചു മുമ്പ് കിടുവിനോട് കൂടെ ഉണ്ടായിരുന്നു. എങ്ങാട് പോയെന്ന് അറിഞ്ഞൂടല്ല. മോനാ സാമിയുടെ വീട്ടിലൊന്ന് നോക്ക്. ഇല്ല, അവിടെ ഇല്ല. അവിടെ എവിടെയെങ്കിലും കാണും. യുമാരിത് എവിടെ പോയതാണ്? കുന്തം ഒരു അത്യാവശ്യത്തിന് വിളിക്കുമ്പോ ഇതിനകത്ത് കാശും കാണത്തില്ല. എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. രമേശൻ സാറല്ലേ? ആ, കിടുവാ. കൊറേ നാളായല്ലോ കണ്ടിട്ട്. നീ മീൻ കച്ചവടമൊക്കെ നിർത്തിയാ? ചേച്ചി സാറിനൊന്ന് വിളിച്ചേ. രമേശേട്ട റെഡിയാവാ. ഇപ്പൊ വിളിക്കണോ? അത്യാവശ്യം. രമേശേട്ടാ, എന്താ കാത്തപ്പോ രാവിലെ തന്നെ? സാറിന് മുനമ്പ സ്റ്റേഷനിൽ ആരെങ്കിലും പരിചയമുണ്ടോ? വല്ല കേസ് ഒപ്പിച്ച? അവിടുത്തെ ആൾക്കാർ തന്നെ ആവശ്യത്തിലധികം കേസ് ഉണ്ടാക്കുന്നുണ്ട്. എന്താ പ്രശ്നം? അതാണ് സാറേ പ്രശ്നം. അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നാന്നറിയാനാണ്. മീനെടുക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം ഹാർബറിലിട്ടല്ലോ ഒരാൾ തീർത്തത്. അതൊന്നും പെട്ടെന്ന് തീരില്ല. 2-3 പേര് കൂടി ചാവും. ചായ ഞങ്ങളുടെ മുമ്പിട്ട് അയച്ച ഒരാളെ വെട്ടിക്കൊന്നേ. ആണോ? നിങ്ങള് പൊക്കോ, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. കിടു, നല്ല മീൻ കിട്ടാണെങ്കിൽ കുറച്ച് കൊണ്ടുവരണം. കിടുവിന്റെ ഒക്കെ മീനാ നല്ലത്. ചേട്ടൻ കൊണ്ടുവരണത് ഐസിലിട്ട് മരവിച്ച മീനാ. അതൊന്നും എനിക്ക് അറിയാവുന്നല്ലേ ചേച്ചി. ഞാൻ കൊണ്ടു തരാന്നേ. പോട്ടെ സാറേ. ആ ശരി. വായി നോക്കി നിൽക്കണങ്ങൾ വാടപ്പ. ഇന്ന വന്നടാ
ആകെ അങ്ങനെ നല്ല ഒലിപ്പിരി എടുത്തിട്ട് ആ പെണ്ണും കൂടെ കാണാൻ നിന്നെ കാണുമ്പോ തുടങ്ങും. അസൂയപ്പെട്ടിട്ട് കാര്യമില്ലട്ടാ. അയാളെ കണ്ണിക്കട പെണ്ണുങ്ങളുടെ പുറകെ പോകുമ്പോ അവർക്ക് മാത്രം എൻജോയ്മെന്റ്. ഞാനത് സഹായിക്കുന്നു. ഇനി അധികം സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എടാ കാത്തപ്പ, നിങ്ങളെയൊക്കെ ഞാൻ എവിടൊക്കെ തപ്പി. ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താ ചേട്ടാ? നമ്മുടെ രാമേട്ടൻ മരിച്ചു. മരിച്ചാ? എപ്പാ? ആത്മഹത്യാന്നാ കേട്ടത്. ഡാ, നമുക്ക് പോണ്ടേ? പോണം പോണം. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാത്തപ്പ. എന്തിനാണ് രാമേട്ടൻ അങ്ങനെ ചെയ്തത്? നിങ്ങളെ കണ്ടിരുന്നില്ലേ? കുറച്ച് ദിവസമായിട്ട് ആരോടും ഒന്നും സംസാരിക്കാറില്ലെന്ന് അറിഞ്ഞത്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ പോവാ. സുനേട്ട നോക്കി പോണേ. ഞാൻ ഫിറ്റല്ല കാത്തപ്പ, ഞാൻ ഫിറ്റല്ല. ഇവനാണ് എല്ലാത്തിനും കാരണം. ഇവന്റെ ഒരു എടുത്തിയാട്ടം. അതേടാ, ഞാനാണ് എല്ലാത്തിനും കാരണം. ഞാൻ എടുത്തിയാണെന്നുണ്ടെങ്കിൽ അതെന്റെ കൂട്ടുകാരന്മാർക്ക് പറ്റിയാടാ. നിനക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പളാ. അതെ, നിന്റെ ഈ എടുത്തിയാട്ടം കാരണം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായത്. ഇപ്പോഴാണ് ഒരാൾ ചാകുകയും ചെയ്ത്. നീ ഒന്നും മിണ്ടാരിയുടെ കാത്തപ്പ. അന്ന് നീ അവനോട് പറഞ്ഞതല്ലടാ നാളെ ചോദിക്കാന്ന്. എന്നിട്ട് കേട്ടാ? കേക്കൂല, ഒന്നും ആലോചിക്കേയില്ല. എന്നിട്ട് എല്ലാം അനുഭവിക്കാൻ. അതേടാ, ഞാനാണ് എല്ലാത്തിനും കാരണം. ഞാൻ മാത്രമാണോ? സ്വാമി, ഞാനാണ് എല്ലാത്തിനും കാരണം. എന്താടൊക്കെ ഒരുമാതിരി പെണ്ണുങ്ങളെ പോലെ. നിനക്കറിയാലോ കാത്തപ്പന്റെ സ്വഭാവം. ഞാൻ പോണേന്ന്. നീ എവിടെ പോണേണ്? നീ അവിടെ ഇരുന്നേ. സ്വാമി, ഞാൻ കാണുന്ന നിനക്കൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കിടു, ഉണ്ടാവില്ലട്ടാ കാത്തപ്പ. ഞാൻ കിടു, പോണേടാ, നീ വീട് ഇവിടെ നിന്നേ. കിടു, കിടു, കിടു. എന്താണ്? ആ മക്കള് വന്നാ? മറ്റുള്ളവരൊക്കെ എവിടെ? ഇന്നലെ രാത്രി കാലമാടൻ കിടത്തി ഉറക്കിയിട്ടില്ല. എടാ, ഏതാട് ഇതിൽ മുഷിഞ്ഞത്? എല്ലാം മുഷിഞ്ഞതാണ്. ഈ ജീൻസ് ഇലക്കണോ? വേണ്ട, ഇത് വിറകൊള്ളിയോലായല്ല, കുത്തിച്ചാരി വെക്കാം. അതവിടെ കിടക്കട്ടെന്ന്. കിടന്നോട്ടെ. ബാക്കിയുള്ളവരെ കഷ്ടപ്പെടുത്താനായിട്ട്. എടാ, എവിടെന്നെങ്കിലും പോയി ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വാ. നിനക്ക് വെച്ച് തന്നും തുണിയലക്കും എന്റെ നടു ഒടിഞ്ഞ്. എന്താടാ മോനെ, നിങ്ങൾ തമ്മിൽ വല്ല വഴക്കുണ്ടായ? ഇന്നലെ രാത്രി കുടിച്ചു വന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. മോനിരിക്കെ, ഞാനിത്തിരി കട്ടം. അതിന് നീ എന്തിനാണ് തൊലിക്കണത്? എനിക്കെന്താ ചിരിക്കാനും പാടില്ലേ? ദേ അവിടെ ഒരുത്തം വന്ന് നിപ്പുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്യണം? അവനെ ആനയാമ്പാരിട്ട് സ്വീകരിക്കണ? ഒന്ന് പോവാൻ പറടാപ്പാ. ഓ, നീ ഇങ്ങനെ കഥനൊക്കെ തിരികൊളുത്തായിരിക്കണല്ലോ പന്തം കൊണ്ടിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? തലയാൻ കുത്തിയിരിക്കണ? നിനക്ക് ഇന്നലെ എന്തിന്റെ സൂക്കരാ വെറുതെ എന്റെ മേക്കിട്ട് ഇറങ്ങാനായിട്ട്? വീട്ടിൽ പോയി കിടന്നിട്ടാണെങ്കിൽ ഉറക്കം വന്നില്ല. എടാ കുറേശ്ശെ വലിച്ച് കയറ്റണം. രാവിലെ മുതൽ വന്ന് നിൽക്കും എന്റെ വീട്ടിൽ നിന്നെ കാണുമെന്നും പറഞ്ഞു. ആ പൈലിച്ചേട്ടൻ വിളിച്ചിട്ടുണ്ടായി, ഫ്ലാറ്റിന്റെ പണി തുടങ്ങണമെന്ന്. ഓ, നമുക്കിത് മതിയടാ. അപ്പൊ ഉള്ളതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നു. ആ, ഞാനും വരാം. നീ എന്തിനാ തന്നെ ഒരു പെയിന്റിങ് അറിയാൻ പാടില്ല. ഓ പിന്നെ നീയൊക്കെ പെയിന്റിങ് അറിഞ്ഞിട്ടില്ലേ ചെയ്യണത്? ആ പൊളിച്ച്. അവനെന്തേടാ ബിസിനസ്സുകാരൻ? നീ ആ ഷർട്ട് എടുത്തിട്ടുണ്ടോന്ന് അവന്റെ വീട്ടിൽ പോയി നോക്കാം. കുടിക്കും മക്കളെ. ചെറിയ ക്ലാസ് ആണല്ലോ. അവനെണീറ്റില്ലേ? അവനിവിടെ ഇല്ലല്ലോ മക്കളെ. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഇന്നലെ രാത്രി ഇങ്ങോട്ട് പോകുന്നതാണല്ലോ. എന്താ മക്കളെ? ഒന്നുമില്ല ചാ, വാടാ ഷെഡി കാണും. എന്ത് കാണിച്ചിട്ട് ഒട്ടിക്കണേ? ഞാൻ ഒട്ടിക്കണേ? കിട്ടണമില്ലല്ലോ. നിങ്ങളിത് പണിക്കൊന്നും പോയില്ലേ? ഇല്ല സാർ, ശിവനെന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ? വെറുതെ ഒട്ടിക്കണെന്ന് കാണാല. 1/2 ലിറ്റർ വാങ്ങിക്കൊടുത്ത് അവൻ ഒട്ടിക്കാവുന്നു. നമ്മള് പൊട്ടിക്കേണ്ട കാര്യമുണ്ടോ? സഖാവെ നോക്കൂലി അറിഞ്ഞ ഒരു ട്ടാ. സഖാവേ ഒട്ടിച്ചു കഴിഞ്ഞില്ലേ? ഈ ശിവന്റെ അടുത്ത കളി. അവനിതെവിടെ പോയടാ? എനിക്കാണ് ഇന്നലത്തെ ഒരു ഓർമ്മയില്ല. ഉള്ള മുഴുവനും വിഴുങ്ങി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പണ്ടാറോടങ്ങിട്ട് കുടിച്ച് പറ്റായിട്ട് ഇനി എവിടെയെങ്കിലും ഒന്നും ഇണ്ടാതിരിയടാ.
നമ്മളാള് കണ്ടില്ല. ഭയങ്കര ക്ലാമറായില്ലേ? എവിടേക്ക് രാവിലെ രണ്ടുപേരും കൂടെ? വീട്ടിലിരുന്നിട്ട് ഒരു സുഖമില്ല, ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാ. എങ്ങനെ സുഖം ഉണ്ടാവാനാ? ഒരു സ്പർശന സുഖത്തിന് പോലും സമ്മതിക്കാത്തൊരു സാധനം കൂടെ ഉണ്ടായില്ലേ? അവരുടെ പോയി. മേരി ചേച്ചി ആ മേരി ചേച്ചി ബാംഗ്ലൂർ അവർ അനിയത്തിന്റെ വീട്ടിൽ പോയി. ഇനി കുറച്ച് സ്പർശന സുഖമൊക്കെ ആകാം. ഏറ്റില്ലല്ലേ? പാടി. അയ്യേ, നമുക്ക് അവനൊന്ന് ഹാർബറിൽ പോയി തിരക്കിയാലോ? എനിക്ക് തോന്നണില്ല അവനോട് ഉണ്ടാവുന്നു. പിന്നെ എവിടെ പോവാന്? എന്തേ ഒരാളുടെ കുറവുണ്ടല്ലോ, എവിടെ പോയി? അവനെ ഉണ്ടാവില്ല, ഉറക്കത്തിലേക്ക്. നമുക്ക് സുഗുണേട്ടന്റെ അവിടെ ഒന്ന് നോക്കിയാലാ? അത് ശരി. വാ. ഞാൻ നിങ്ങളെ കാണാനിരിക്കുവായിരുന്നു. സുഗുണേട്ട പ്രഗ്നീനൊക്കെ ഉണ്ടായിരുന്ന? ഇല്ല, എന്താടാ? അവരിന്നലെ വീട്ടിൽ ചെന്നിട്ടില്ല. മൊബൈലാണെങ്കിൽ സ്വിച്ച് ഓഫാ. അവൻ അവിടെ എവിടെയെങ്കിലും കാണും. കൊച്ചി ചേർക്കണൊന്നും അല്ലോ. അതല്ലേ ഏട്ടാ, അവൻ ഇന്നലെ അല്ല പറ്റായിരുന്നു. ഞങ്ങ നേരത്തെ പോരുകയും ചെയ്ത്. നിങ്ങൾ ഷെഡിൽ നോക്കിയോ? അവിടെ ഇല്ലെന്നേ. നിങ്ങൾ എന്തിനാണ് ഈ ടെൻഷൻ അടിക്കുന്നത്? അവൻ ഏതെങ്കിലും കമ്പനിക്കാരുടെ കൂടെ കാണും. അവന്റെ സ്വഭാവം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അവനായിരിക്കും. ഇതാ അവനാടെ പ്രഗ്നി. നീ എവിടെയാ പോത്തെ?